ഭാരതീയ പുരാണേതിഹാസങ്ങളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന 3 രാമന്മാരുണ്ട്. ഭൃഗുരാമനും രഘുരാമനും ബലഭദ്രരാമനുമാണ് ആ 3 രാമന്മാർ. ഇവർ യഥാക്രമം പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. മത്സ്യകൂർമ്മവരാഹശ്ച നരസിംഹശ്ച വാമനഃ രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കിർജനാർദ്ദന എന്ന വിശ്രുതമായ ശ്ലോകത്തിൽ രാമത്രയം മഹാവിഷ്ണുവിൻ്റെ അവതാര പുരുഷന്മാരായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്ഥിതിപാലന ധർമ്മനിർവഹണോർജ പ്രതീകമായി സർവത്ര സർവ്വതിലും നിറഞ്ഞ് വിരാജിക്കുന്ന പരമ്പൊരുളിനെയാണ് ഭാരതീയ ഋഷീശ്വരന്മാർ മഹാവിഷ്ണുവായി ദർശിച്ചത്. രാജതന്ത്രജ്ഞതയും ഭരണനിർവഹണ മികവുമാണ് സ്ഥിതിപാലന പ്രക്രിയയെ ധാർമ്മികതയുള്ളതാക്കി തീർക്കുന്നത്. വിശ്വവിധാനീയതകളെ താങ്ങി നിർത്തുന്ന നിയതികളുടെ ആകത്തുകയാണ് ധർമ്മം. അധികാര സമത്വവും അവകാശ സമത്വവും അന്തർലീനമായി കിടക്കുന്ന നിയതിയാണ് ധർമ്മനിയതി. കായശക്തി കൊണ്ടോ കൗശലങ്ങൾ കൊണ്ടോ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ഹനിക്കുന്നതാണ് സ്ഥിതിപാലന ധർമ്മക്ഷയത്തിന് കാരണമായി ഭവിക്കുന്നത്. ക്ഷാത്രശക്തി ആർഷശക്തിയെ തളർത്തിക്കളഞ്ഞ യുഗസന്ധ്യയിലാണ് പരശുരാമൻ അവതരിച്ചത്. ജമദഗ്നി മഹർഷി തപോബലസിദ്ധിയാൽ നേടിയെടുത്ത സർവാഭീഷ്ട സാധികയായ ആശ്രമപശുവിനെ ബലമായി സ്വന്തമാക്കുകയും ചെറുത്തുനിന്ന മഹർഷിയെ വധിക്കുകയും ചെയ്ത കാർത്തവീര്യാർജുനൻ്റെ ന്യായീകരണം വിശിഷ്ട വസ്തുക്കൾ കൈവശം വയ്ക്കാനുള്ള അധികാരം രാജാവിൽ നിക്ഷിപ്തമാണെന്നുള്ളതായിരുന്നു. പ്രജകളെ രഞ്ജിപ്പിക്കുന്നവനാണ് യഥാർത്ഥ രാജാവ്. താത്വികമായ ഈ അറിവ് കാർത്തവീര്യാർജുനൻ നേടിയിരുന്നില്ല. ലോകമംഗളാർത്ഥമുള്ള ജ്ഞാനാർജന പ്രക്രിയകളിൽ വ്യാപൃതനായിരുന്ന ജമദഗ്നി മഹർഷി സ്വന്തം നിലനിൽപ്പിനു വേണ്ടി സ്വാശ്രയ സമ്പന്നനായി തീർന്നത് കണ്ട് അഭിമാനിക്കുകയും മഹർഷിയുടെ മാതൃക പിന്തുടരാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടിയിരുന്ന രാജാവ് മഹർഷി സ്വപരിശ്രമത്താൽ നേടിയ ധനം അപഹരിക്കുകയും മഹർഷിയെ വധിക്കുകയുമാണ് ചെയ്തത്. രാജ്യതന്ത്രത്തിന് ഏറ്റ ഈ ധർമ്മക്ഷയത്തിന് കാരണമായി ഭവിച്ചത് കാർത്തവീര്യാർജുനൻ്റെ ധർമ്മബോധക്ഷയമാണ്. അധർമ്മിയായ കാർത്തവീര്യാർജുനനെ വംശത്തോടുകൂടി ഉന്മൂലനം ചെയ്യുകയും അതുവഴി പിടിച്ചെടുത്ത സമ്പത്തും അധികാരങ്ങളുമെല്ലാം ലോകപിതാവിൻ്റെ സ്ഥാനം അലങ്കരിച്ചിരുന്ന കശ്യപ പ്രജാപതിയെ ഏൽപ്പിച്ച ശേഷം മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സിനായി പുറപ്പെട്ടു പോവുകയുമാണ് പരശുരാമൻ ചെയ്തത്. രാജധർമ്മത്തിന് ക്ഷയം സംഭവിച്ചപ്പോൾ ധർമ്മസംസ്ഥാപനം നടത്തിയ പരശുരാമൻ്റെ മാതൃക സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ശൈവസംഹാരത്തിൽ അധിഷ്ഠിതമായിരുന്നു. പരശുരാമനെ പരമശിവൻ്റെ ഉത്തമ ശിഷ്യനായി പുരാണങ്ങൾ വാഴ്ത്തുന്നതിൻ്റെ കാരണം അതാണ്. മാതൃഹത്യ, പിതൃഹത്യ, ശിശുഹത്യ, സഹോദരഹത്യ, ഗോഹത്യ, സജ്ജന വിദ്വേഷം, പരസ്ത്രീ ഹരണം, അന്യധനാപഹരണം മുതലായ നീചവൃത്തികൾ ലോകത്തു പെരുതിയ കാലത്താണ് ശ്രീരാമാവതാരം നടന്നത്. ഈ നീചകർമ്മങ്ങൾക്കെല്ലാം കാരണക്കാരനായി രാവണനെ അവതരിപ്പിച്ചിരിക്കുന്നു. രാമനാമവും രാവണനാമവും ഗുണപ്രധാനങ്ങളാണ്. രാ അജ്ഞാനാന്ധകാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അജ്ഞാനാന്ധകാരത്തെ അമനം ചെയ്യുന്ന അഥവാ കീഴ്പ്പെടുത്തി വിരാജിക്കുന്ന ജ്ഞാനമൂർത്തിയായി രാമനെയും അജ്ഞാനാന്ധകാരം അവനം ചെയ്യുന്നതിൽ അഥവാ കാത്തു സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധനായി വിരാജിക്കുന്ന ദുഷ്ടമൂർത്തിയായി രാവണനെയും വ്യാഖ്യാനിക്കാവുന്നതാണ്.
സഹോദരനായ കുബേരന് പിതാവ് നൽകിയ ലങ്ക ബലമായി തട്ടിയെടുക്കുകയും ധർമ്മപത്നിയായ സീത ഉൾപ്പെടെയുള്ള നാരീസഹസ്രങ്ങളെ അപഹരിക്കുകയും ചെയ്ത രാവണൻ എന്ന ദുർഭരണാധികാരിയെ നിഗ്രഹിച്ച് ധർമ്മസംസ്ഥാപനം നടത്തിയ കാലനിയോഗ ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീക പുരുഷനാണ് ശ്രീരാമൻ. കംസന്റെ ദുർഭരണത്തിൽ നിന്നും ലോകരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ശ്രീകൃഷ്ണാവതാരം. യദുകുല നന്ദനനായും യാദവ രാജാവായും വാണരുളിയ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയായും ഗീതോപദേശകനായും ഭാവം പകർന്നാടുകയുണ്ടായി. ആധ്യാത്മിക മൂല്യങ്ങളെ ഭൗതിക മൂല്യങ്ങളുമായി സമന്വയിപ്പിച്ച രാജതന്ത്രജ്ഞനും സ്ഥിതിപാലന ധർമ്മ സംസ്ഥാപന മൂർത്തിയുമായിരുന്നു ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ്റെ സഹജാതനും സഹവർത്തിയുമായിരുന്നു ബലഭദ്രരാമൻ. ഈ 3 രാമന്മാരും ദശാവതാര കഥകളിലെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യം വിളിച്ചോതുന്ന പ്രതീക പുരുഷന്മാരാണ്. ദശാവതാര കഥകളിലെ രാമത്രയത്തിൽ മധ്യമനാണ് ശ്രീരാമൻ. ദശരഥൻ നടത്തിയ പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ ഫലപുണ്യമായി വാഴ്ത്തപ്പെടുന്ന ശ്രീരാമൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ധർമ്മപുരുഷൻ തന്നെ ആയിരുന്നു. അജ്ഞാനാന്ധകാര ജന്യങ്ങളായ സർവവിധ ധർമ്മച്യുതികളെയും അമർച്ച ചെയ്ത് സദ്ഭരണം നടത്താനുള്ള രാഷ്ട്രീയ ധർമ്മമൂല്യം പ്രദാനം ചെയ്യുന്ന സ്ഥിതിപാലന ധർമ്മോർജം ശ്രീ രാമോപാസനയിലൂടെ സംസിദ്ധമായി തീരുന്നതാണ്.